ആർക്കെങ്കിലും ചോദിക്കാൻ പാടില്ല. നിയമപ്രകാരം അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വിടല്ലായിരുന്നു പഴയ ഭരണത്തിൽ. അവരെല്ലാം ഒത്താശ ചെയ്ത് കെട്ടിയതിനു ശേഷം കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന എന്ത് നടപടിയാണ് അതൊക്കെ? ചോദിക്കാതെ ചോദിച്ചങ്ങ് പോയാൽ പറ്റും. അവര് ഉണ്ടായതൊക്കെ അവരവരെ കാര്യം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വേദന കഴിഞ്ഞാൽ ആരും ചോദിക്കാനല്ല പറയാനല്ല. ഏതാ കൂത്തിപ്പെട്ടി റോഡ് പട്ടി കടിച്ചാൽ പോലും ചോദിക്കാൻ 5 പട്ടി കൂടെ വരും. വന്ന് ചോദിച്ചു, മോളെ ഉമ്മൻചാണ്ടി തന്ന തുണിയാണ്. ഞാൻ അതിനെ ഉമ്മൻചാണ്ടി ആരാണെന്ന് ചോദിച്ചു. എന്റെ അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞു. കേട്ടോ, ഞാൻ 55 വർഷമായ മാർക്കറ്റിനെ മണൽ തരിയാക്കി തന്നു. ഇന്ന് ഞങ്ങൾക്ക് ആ മാർക്കറ്റ് വേണം. ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഇത് പൊളിക്കുന്നെങ്കിൽ പൊളിക്കട്ടെ. ഞങ്ങൾക്ക് ആദ്യം ആ ബിൽഡിംഗ് കെട്ടി തന്നിട്ട് ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ ജീവിക്കണ്ടേ. ഞങ്ങൾ സമരത്തിന് പോണില്ല. ഇത് അവര് രാത്രി രാമായണം വന്ന് ഇടിച്ചു കളഞ്ഞ പൈസ അപ്പൊ ആദ്യം അത് കെട്ടിത്താ. ഞങ്ങൾ ജീവിക്കണ്ടേ. 10-300 തൊഴിലാളികൾ കിടക്കുന്നു. ആ കുടുംബം ജീവിക്കണ്ടേ മോളെ, ജീവിക്കണ്ടേ. അപ്പൊ ഞങ്ങൾക്ക് ഒരു കോർപ്പറേഷനിൽ ജോലി ഇപ്പൊ ഇരിക്കുന്ന ഭരണാധികാരി വാങ്ങിച്ചു തരാം. ഞങ്ങൾക്ക് ഒരു മത്സ്യം വാങ്ങിക്കാൻ വരുമ്പോൾ എല്ലാം ഈ കട മാറിയതുപോലെ ഇപ്പോഴും കുറേ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ കട മാർക്കറ്റ് എവിടെയാണെന്ന്. ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞത് ഇതിന്റെ ബിൽഡിങ് ഈ മുകളിലാണ് ഞങ്ങൾക്ക് മത്സ്യം കിട്ടുന്നത്. എങ്ങനെ കയറി എന്താ എല്ലാ മീഡിയത്തിനും പറയുന്ന ഒറ്റ കാര്യം, കച്ചവടക്കാര് അനധികൃതമായി കെട്ടി.
ഇവിടെ എന്താണ് കച്ചവടക്കാർ അനധികൃതമായി കിട്ടിയത്? ചാല മാർക്കറ്റിൽ നോക്കി അനധികൃതമായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ സ്മാർട്ട് സിറ്റി, ക്രീഡ, കോർപ്പറേഷൻ ഈ മൂന്ന് സംയുക്തമായിട്ട് മേളിൽ 1500 കോടിയുടെ പ്രോജക്റ്റ് ഞങ്ങളോട് പറഞ്ഞത് കേന്ദ്രം, സംസ്ഥാനം, കോർപ്പറേഷൻ 500 വീതം 1500 കോടിയുടെ പ്രോജക്റ്റാണ് നടക്കുന്നത്, നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞിട്ട് വലിയൊരു മീൻ മാർക്കറ്റ് താൽക്കാലിക താഴോട്ട് മാറ്റി ഞങ്ങളെ കെട്ടിത്തന്നില്ല. ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റിയുടെ നമ്മുടെ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ സഹകരിച്ചുകൊണ്ടാണ് ഈ താൽക്കാലിക ഷെഡിലോട്ട് ഞങ്ങൾ വീണ്ടും മാറിയത്. ഇതിന്റെ 3 ഇരട്ടി ഉണ്ടാകുന്ന മാർക്കറ്റിനാണ് ഞങ്ങൾക്ക് പല കച്ചവടക്കാർ റോട്ടിൽ പോയിരിക്കുന്നത്. പിച്ചക്കാരെ പോലെ റോട്ടിൽ പോയിരുന്ന കച്ചവടം മനസ്സിലായിക്കോളാം. ഈ ഒരു കടക്കാരന് വാടക 2000-ന് താഴെ, ഒരു മത്സ്യത്തൊഴിലാളി ഒരു മാസം കൊടുക്കുന്ന 12,000-15,000 രൂപ കുറഞ്ഞത് കടക്കാർ തട്ടിനത്തിന്. പക്ഷെ ഞങ്ങൾക്ക് വിലയില്ല. ഇതെല്ലാം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി, കച്ചവടക്കാർക്ക് ഒരു പങ്കുമില്ല. ഇത് പുനരധിവസിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവർ ചെയ്തു കൊടുത്താണ്. ഇതിന്റെ ഇവിടെ നിന്ന് അവരെ ഔട്ടാവുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. പക്ഷെ മേയറിന്റെ പ്രഖ്യാപനം അനധികൃതമായ കെട്ട് അത് പ്രതിഷേധകരമാണ്. ഇതെല്ലാം ഉത്തരവാദിത്തം. ഇതിന്റെ എല്ലാത്തിന്റെയും മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഇവിടെ ഷെഡിനകത്ത് ഞങ്ങൾ കൂടിയിട്ടുണ്ട്. മേളിൽ ആളേരാജിന്റെ കീഴിൽ സ്റ്റാർട്ടിങ്ങിൽ. കാരണം ഈ മാർക്കറ്റിന്റെ അടിഭാഗത്ത് എല്ലാവരും മത്സ്യം, മലക്കറി, പച്ചക്കറി, ഇറച്ചി, മലക്കറി 3 പേർക്ക് ചേർന്നാണ് ഈ അടിഭാഗത്ത് തരാൻ വന്നത്. പിന്നെ എന്തോ അത് കൈയേറി അവസാനം മീൻ കച്ചവടമൊക്കെ സ്ഥലം പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സ്മാർട്ട് സിറ്റി വർക്ക് നടക്കണം, വികസനം നമ്മുടെ നഗരത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ചെറിയ കുഴിക്കുണ്ട് ഞങ്ങൾ സഹിച്ചു. പക്ഷെ ഞങ്ങൾ ചവിട്ടുന്നതിനും ഒരു പരിധിയുണ്ട്. വി രാജ് പറഞ്ഞുമ്പോൾ കെട്ടിയതല്ലേ? വി രാജ് പറയണം കെട്ടിയ ഓക്കെ, നിങ്ങളൊരു വീട് അനധികൃതമായി കെട്ടിയ ഓക്കെ, നിങ്ങൾ കെട്ടി തന്നത് കോർപ്പറേഷൻ, എന്നിട്ട് നിങ്ങൾ അനധികൃതമായി കെട്ടി നിങ്ങൾ സമ്മതിക്കൂ? എന്തെടുത്താനാണ് മൂഞ്ഞുള്ളത്? കള്ളത്തരം പറയുന്നത്. കച്ചവടക്കാർ കെട്ടിയെന്ന് പറയും. ഇപ്പം അവർക്ക് അധികാരമുണ്ട്. പോലീസിനെടുത്ത് പോലീസ് വരും, കോർപ്പറേഷന്റെ ടീമിനെടുത്ത് കോർപ്പറേഷൻ ടീം വരും. അവർക്ക് അതുകൊണ്ട് എന്ത് ഗുണ്ടായുസം കാണിക്കാം. ആ ഒരു ഗുണ്ടാരാജ്യം നടക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് മനസ്സാക്ഷിയുള്ള ഭരണസമിതി ആണെങ്കിൽ, അധികാരികളാണെങ്കിൽ അവരോട് പറഞ്ഞ് നോട്ടീസ് ഒന്ന്, അല്ലെങ്കിൽ അവർ വന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സൊല്യൂഷൻ കണ്ടെത്തും. ഇവരാരും പുറംപോയി കിടന്നവരല്ല. മേളിൽ കടയും കൊടുത്തിട്ട് ജീവിക്കാൻ പറ്റാതെ എല്ലാം ചേർന്ന് താഴെ കെട്ടിയെടുത്തവരാണ്. നിങ്ങൾ മേലെ വന്ന് കയറി നോക്കിയാൽ നിങ്ങൾ 2 മീഡിയക്കാര് അതിൽ നടക്കാൻ പറ്റും നോക്കണം. 3 ലെയർ കണ്ടാല കടയ്ക്ക് 4 ലെയർ 10 അങ്ങോട്ടും ഇങ്ങോട്ട് 10 ലെയർ കച്ചവട കട കിട്ടിയത്. ഒരു എയർ റെഗുലേഷൻ ഇല്ല. ഞങ്ങൾ അന്നേ പറഞ്ഞു ഞങ്ങൾ വികസന വിരോധികൾ. ഞങ്ങൾ സംസാരിക്കുന്ന ഞങ്ങൾ വികസന വിരോധികളും പൈസയും അധികാരമുള്ള അവരുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപജീവനം സംരക്ഷിക്കും. അതുകൊണ്ട് ഞങ്ങളെ ജീവൻ കൊടുത്തത് ഞങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല. ബിൽഡിംഗ് കെട്ടിയത് കോർപ്പറേഷൻ ഒരു വർഷമേ ഉള്ളൂ. ഇവിടെ മാറ്റി 1 വർഷമായുള്ളൂ. മനസ്സിലായിക്കോളാം. അവസാനം വേണ്ട തിരുവനന്തപുരത്തുള്ള പ്രവർത്തനം മനസ്സിലായിക്കോളാം. ഞങ്ങൾ വേണം ഞങ്ങൾക്ക് ഉപജീവനത്തിന് വേണ്ടി ഒരു മാർഗം എന്ന രീതിയിൽ ഞങ്ങൾ സ്മാർട്ട് സിറ്റി സഹകരിക്കുന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ അനധികൃതം എന്തിനാണ് ചൂഷണം ചെയ്യുന്നത്? ഞങ്ങൾ എന്തെങ്കിലും കെട്ടിയെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കച്ചവടക്കാർ പുല്ലുപോലും വെച്ചിട്ടില്ല. എന്ത് ആവശ്യത്തിനാണ് അനധികൃതമാണ്, ഗുണ്ടായിസമാണ്, കച്ചവടക്കാർ വെട്ടിയാണെന്ന് പറയുന്നത്? എല്ലാം ചെയ്ത് നിങ്ങളല്ലേ ചെയ്തത്? ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത പുരോഗമനത്തിന് വികസനത്തിന് ഞങ്ങൾ തകരുന്നത് തെറ്റാണ്. ഞങ്ങൾ അവിടെ അനങ്ങത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നുണ്ട് ഈ വർക്ക് നടക്കും. ഞങ്ങൾ ഒഴിക്കാൻ പറ്റുന്നില്ല. ഈ മാർക്കറ്റ് മനസ്സിലായിക്കോളാം. ഞങ്ങളുടെ അപ്പന്മാരുടെ കാലത്ത് ഈ സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കച്ചവടത്തിന്റെ അണ്ടറിൽ നിൽക്കുകയും അവരാണ് പൈസ പിടിച്ചുകൊണ്ടിരുന്നത്. കാലക്രമേണ കോർപ്പറേഷന് മാറിയതാണ്. ഞങ്ങളിവിടെ കച്ചവടക്കാരില് 99% ക്രിസ്ത്യൻസാണ്. ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1% മുസ്ലിംസ്. വേറെ ആരുമില്ല. ഞങ്ങളെ സാധനമാണ് കോർപ്പറേഷന് കൈമാറിയത്. ആരുടെ ഔദാര്യമല്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ പോരാണ്. ആ ചാല മാർക്കറ്റിനകത്തുള്ള ആ കടകൾ പൊളിക്കാൻ ധൈര്യമുണ്ട്, കാണിക്കില്ല. അവിടെ പോയി കാണിക്കാൻ പറ്റില്ല. ഈ പാളയ മാർക്കറ്റ് എന്താ
എൻ്റെ വീട്ടിലെ പൂച്ച നല്ല പണിയുന്നുണ്ട് ഇതുള്ളതില്ല
കൗൺസിൽ യോഗ തീരുമാനമെന്ന പ്രകാരം ഇയാൾക്ക് തന്നെ വീണ്ടും കരാർ പുതുക്കി കൊടുക്കുന്നതല്ലാതെ ഈ 2023 ശേഷം ഇത് കരാർ പുതിയ ലേലം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് 31 ഈ ലേലം തീയതി അവസാനിച്ചതിന് ശേഷവും ഇയാൾ 2 മാസത്തോളം ഇവിടെ അനധികൃതമായിട്ട് പിരിക്കുന്നതൊന്നും കറക്റ്റ് കോർപ്പറേഷൻ പറഞ്ഞിട്ടുള്ള വാടകയല്ല. 500 രൂപയും 700 രൂപ 1000 രൂപയൊക്കെയാണ് ഡെയിലി ഓരോരുത്തർക്ക് വാങ്ങിക്കൊണ്ടിരുന്നത്. അതായത് പാളയം മാർക്കറ്റ് പൊളിച്ചു മാറ്റിയപ്പോൾ പുതിയ താൽക്കാലികമായിട്ട് വന്ന ബിൽഡിങ്ങിൽ ഇരിക്കാനുള്ള സൗകര്യമില്ല. അത് കാരണം ഉള്ള സൗകര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് ഇരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് 1000 രൂപയോളം വാടക വാങ്ങിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പുറകിലോട്ടിരിക്കുന്നവർക്ക് വാടക കുറവ് ഇങ്ങനെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. അതുപോലെ പൊതു കണക്ഷനിൽ നിന്ന് കണക്ഷൻ ഒരു ബൾബിന് യൂസ് ചെയ്യുന്നതിന് 500 രൂപയാണ് റെൻറ്റ് വാങ്ങിക്കൊണ്ടിരുന്നത്. 2 ബൾബ് വെക്കുന്നവർക്ക് 1000 രൂപ. ഓരോരുത്തർക്ക് ഇവിടെ അനധികൃതമായിട്ട് കടകൾ കെട്ടിക്കൊടുക്കുന്നതിന് 10,000 20,000 രൂപ ഇയാൾ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളുടെ പ്രാരംഭഘട്ടമായിട്ട് ഞങ്ങളിതിനെ കാണുന്നുള്ളൂ. പാളയം മർച്ചൻ്റ് അസോസിയേഷൻ എല്ലാ രീതിയിലും ഇതിന് സപ്പോർട്ട് ചെയ്യും. ഞങ്ങളുടെ വ്യാപാരികൾക്ക് സമാധാനവും സന്തോഷവും സൗകര്യപ്രദവുമായിട്ട് പാളയത്തിരുന്ന് വ്യാപാരം നടത്തുവാനായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ അധികാരികളിൽ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഈ പൊളിച്ചു മാറ്റിയതിന് ഞങ്ങൾ ഏത് രീതിയിലായിരുന്നാലും എല്ലാ രീതിയിലും ഞങ്ങൾ അതിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കും. സന്തോഷ്. ഇപ്പോൾ കരാറുകാരൻ ഒളിവിലാണ്, നമ്മുടെ ഇ ഡി കേസിൽ ഒളിവിലാണ്. ലുക്കൗട്ട് നോട്ടീസുണ്ട്, പോലീസിൻ്റെ ലുക്കൗട്ട് നോട്ടീസുണ്ട്. ഇയാൾ ഒരുപാട് ഇയാൾക്കെതിരെ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. DGPക്ക് പരാതി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. DGPക്ക് ഞങ്ങൾ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇയാൾ ഒരുപാട് ഇവിടുത്തെ വ്യാപാരികളെ ആക്രമിച്ചിട്ടുണ്ട്, യൂണിയനിലെ പ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഒരുപാട് പരാതികളുള്ളതാണ് ഇയാൾക്കെതിരെ. അപ്പോൾ ഇതിന് അവസാനമായിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പൂർണ്ണമായിട്ടും ഇവിടെ ഇതിലൊരു 3 കച്ചവടക്കാർ ഇതിനകത്ത് വാടക കൊടുത്ത് ഇരിക്കുന്നത് 3 കച്ചവടക്കാർ ഇതിനുള്ളിൽ ഇയാൾക്ക് വാടക കൊടുത്തിരിക്കുന്ന കച്ചവടക്കാരുണ്ട്. അവർക്കൊരു പകരം സംവിധാനം ഒരുക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 20 വർഷമായിട്ട് ഇയാളുടെ കീഴിലാണ്. അതിൽ നേരത്തെ നമ്മുടെ സാബു ചേട്ടൻ്റെ കീഴിലായിരുന്നു ഇതുണ്ടായിരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം വിട്ടിട്ട് സിനിമ ഫീൽഡിലേക്ക് പോയതിന് ശേഷം ഇയാളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഷോപ്പിൽ തന്നെ ഒരു 3ഓളം അക്രമ സംഭവങ്ങൾ ഇയാളുടെ സംഘാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ട് ഞങ്ങൾ കേസിന് പോയി. ഇവിടെ ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ ഒരു കേസ് ഇങ്ങനെയാണ്. ഒരു മോഷണം നടന്നപ്പോൾ എൻ്റെ ഷോപ്പിനടുത്തുള്ള ഒരു ഷോപ്പിൽ മോഷണം നടന്നപ്പോൾ ആ മോഷണം പോലീസിന് CCTV ഫുട്ടേജ് കൊടുത്തു എന്നുള്ളതാണ് ഒരു വട്ടം ഇത് അക്രമം ഉണ്ടാകാനുള്ളൊരു കാര്യം. ഇതുപോലെയാണ്. ഇപ്പോൾ ഗുണ്ടാപ്പിര് കൊടുത്തില്ലെങ്കിൽ ഇയാൾ കടയ്ക്ക് മുന്നിൽ ഇയാളുടെ സംഘാംഗങ്ങൾ കൊണ്ടുവന്നിട്ട് പൂട്ടിൻ്റെ മേളിൽ വേസ്റ്റ് കൊണ്ടിടുക. പിന്നെ ഇവിടുത്തെ പാളയം മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളുടെ മോഷണം പോകുന്ന മത്സ്യങ്ങൾക്ക് ഒരാളുടെ അടുത്ത്, അതായത് ഉണക്കമീൻ വിൽക്കുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരു രാത്രിയിൽ 30,000 രൂപയുടെ മീനാണ് മോഷണം പോയത്. 30,000 രൂപയുടെ. അപ്പോൾ അത് എങ്ങനെയൊക്കെ പിന്നീട് ഇവർ കുറച്ച് കാശ് കൊടുത്ത് ഒതുക്കി തീർത്തു. ഇതുപോലെ ഒരുപാട് പരാതികളൊക്കെ എതിരെ അതെ, ഈ ED കേസിൽ ഇപ്പോൾ ഒളിവിലാണ്. അദ്ദേഹം ഇവിടെ ഗൗരീശപട്ടം ആ ഭാഗത്തുള്ള എന്നാണ് അറിയുന്നത്. അപ്പോൾ നേരത്തെ ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് ഈ പാളയം മാർക്കറ്റിൽ സമാധാനമായിട്ട് വ്യാപാരം നടത്താൻ ഇവിടുത്തെ വ്യാപാരികൾക്ക് കഴിയണം. മറ്റുള്ളവരുടെ ഭീഷണിയുടെ പുറത്താണ് ഇപ്പോൾ കുറച്ച് പേര് എതിർപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പേര് മാത്രമാണ്, അല്ലാതെ ഇവിടുത്തെ വ്യാപാരികളല്ല. ഇവിടുത്തെ വ്യാപാരികൾക്ക് ഇതിൽ സന്തോഷമേ ഉള്ളൂ. ഇത് ലേലമൊന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഈ മുമ്പ് കൊടുത്തിരുന്ന എമൗണ്ട് എനിക്ക് കറക്റ്റ് ചെയ്തില്ല. വളരെ തുച്ഛമായിട്ട് എമൗണ്ട് പോകുന്നത്. 2023 മുതൽ ലേലം ചെയ്തിട്ടില്ല. മാത്രമല്ല, പാളയം മാർക്കറ്റിൻ്റെ നേരത്തെ 301 ഷോപ്പുകൾ പാളയം മാർക്കറ്റിലുണ്ടായിരുന്നു. ഒരു 3000 സ്ക്വയർ ഫീറ്റിന് മേളിലുള്ള 2 മത്സ്യ വിപണന കേന്ദ്രങ്ങളുണ്ടായിരുന്നു, ഒരു വിശ്രമ മുറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം പൊളിച്ചതിൽ മെറ്റൽ സ്ട്രക്ചറാണ്. റെയിൽവേ പാളത്തിൻ്റെയും ഷീറ്റുമിട്ട ഷട്ടറിട്ട കടമുറികളായിരുന്നു. ഈ കടമുറികളെല്ലാം പൊളിച്ചിട്ട് രാത്രിയുടെ മറവിൽ ഇവിടെ നിന്ന് ഒളിച്ച് കടത്തിയിട്ടുണ്ട്. അതിപ്പോൾ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇദ്ദേഹവും സംഘാംഗങ്ങളും ചേർന്നിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ തിരക്കിയപ്പോൾ 80 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇവർ ആക്രിക്കടയിൽ കൊണ്ട് കൊടുത്തേക്കാണ്.
എന്നിട്ട് ഇത് തേച്ചുമാച്ച് കളയാനായിട്ട് രഹസ്യമായിട്ട് 2 വട്ടം ആ മറ്റുള്ള ബാലൻസ് വന്ന കുറച്ച് ഐറ്റംസ് ലേലം ചെയ്യാൻ ശ്രമിച്ചു. കഴിഞ്ഞ ഈ 29-ാം തീയതിയും അങ്ങനെ ലേലം ചെയ്തു. ഞങ്ങളത് തടഞ്ഞ് അതിനെതിരെ പരാതി മേയർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറവിൽ ഒരുപാട് അഴിമതികളും ഗുണ്ടായുസങ്ങളും ഈ പാളയം മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിനൊരു ശമനം വന്നേക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.